നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ സ്ഥിരം വിസയിലേക്ക് മാറാൻ ഇനി രാജ്യം വിടേണ്ട. ഏറെ നാളായുള്ള കാത്തിരിപ്പുകൾക്ക് ശേഷം പ്രവാസികൾക്കായി കിടിലൻ വാഗ്ദാനങ്ങളാണ് യുഎഇ അധികൃതർ നൽകുന്നത്. പ്രത്യേകിച്ച് ചരിത്രം തിരുത്തിക്കൊണ്ടാണ് യുഎഇ ഫെബ്രുവരി 2 മുതൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നത്. ഇതിനു പിന്നാലെ മറ്റൊരു സന്തോഷ വാർത്ത കൂടി പ്രവാസികളെ തേടി എത്തിയിരിക്കുകയാണ്. യുഎഇയിൽ വിസകൾ സ്ഥിരം വിസയിലേക്ക് മാറാൻ പുതുവഴി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ. മുൻപ് സ്ഥിരം വിസയാക്കാനായി രാജ്യം വിട്ടതിന് ശേഷമാണ് സ്ഥിരം വിസയ്ക്കായി പ്രവാസികൾ അപേക്ഷിച്ചിരുന്നത്. എന്നാൽ ഇനി മുതൽ ഇത്തരത്തിൽ അപേക്ഷിക്കേണ്ടെന്നും 550 ദിർഹം ഫീസ്, അതായത് ഏകദേശം 11,189 രൂപ അടച്ചാൽ മതിയെന്നും യുഎഇ അധികൃതർ അറിയിച്ചു. അതോടൊപ്പം തന്നെ സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ രാജ്യത്ത് എത്തുന്നവർക്ക് തൊഴിൽ വിസയിലേക്ക് മാറാനാവുന്നതാണ്. മുൻപ് രാജ്യം വിട്ടതിന് ശേഷം പുതിയ വിസയിൽ വരണമായിരുന്നു. ഫീസ് സംബന്ധിച്ച ചില വ്യക്തതകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത്. നിലവിലുള്ള വിസ കാലാവധി തീരുന്നതിന് മുൻപ് വിസ മാറാൻ അപേക്ഷ നൽകണം. കാലാവധി തീർന്നാൽ വൈകിയ ദിവസങ്ങൾക്ക് പിഴ നൽകേണ്ടി വരുന്നതായിരിക്കും. കൂടാതെ സന്ദർശക ടൂറിസ്റ്റ് വിസയിൽ എത്തിയവർ കാലാവധി തീർന്നതിന് ശേഷമുള്ള ആദ്യ ദിവസത്തിന് 200 ദിർഹവും, അതായത് ഏകദേശം 4068 രൂപയും, പിന്നീടുള്ള ഓരോ ദിവസവും 100 ദിർഹം, അതായത് 2000 രൂപ വീതവുമാണ് പിഴ അടയ്ക്കേണ്ടത്. രാജ്യം വിടുന്ന ദിവസം 100 ദിർഹം സേവന നിരക്കിനായും നൽകണമെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായി. അതേസമയം തൊഴിൽ വിസയിലുള്ളവർ പുതിയ വിസയിലേക്ക് മാറുമ്പോൾ 30 ദിവസമാണ് സമയപരിധി ഉണ്ടാകുക. ഈ സമയത്തിനുള്ളിൽ പുതിയ സ്പോൺസറുടെ കീഴിലാവുകയോ രാജ്യം വിടുകയോ ചെയ്യണം എന്നാണ് നിയമവ്യവസ്ഥ. 30 ദിവസം കഴിഞ്ഞിട്ടും സ്പോൺസർ മാറ്റം സാധ്യമായില്ലെങ്കിൽ പിഴ അടയ്ക്കുകയോ രാജ്യം വിടുകയോ ചെയ്യണം. വൈകുന്ന ആദ്യ ദിവസത്തിൽ 125 ദിർഹം, അതായത് 2542 രൂപ, പിന്നീടുള്ള ഓരോ ദിവസവും 25 ദിർഹം, അതായത് 508 രൂപ വീതവുമാണ് പിഴ ഈടാക്കുക. 6 മാസം വരെ ഇതേ നിരക്കാണ് ഈടാക്കുക. അതിനുശേഷം ഓരോ ദിവസവും 50 ദിർഹം, 1000-ലേറെ രൂപ വീതം പിഴ ചുമത്തുന്നതായിരിക്കും. 1 വർഷം വരെ ഇതേ രീതിയിൽ തുടർന്നാൽ ഓരോ ദിവസവും 100 ദിർഹം പിഴ അടയ്ക്കേണ്ടി വരുന്നതാണ്. വിസ അപേക്ഷകളിലെ അടിയന്തര സേവനങ്ങൾക്ക് 100 ദിർഹം അധികമായി ഈടാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.